അപ്പോൾ ഇന്നൊരു ഹെയർ പാമ്പറിംഗ് വീഡിയോ ആണ്. വളരെ നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ഹെയറിനെ സംരക്ഷിക്കാം. 2 ദിവസം സ്കൂൾ ലീവിന് മാത്രമേ ഈ ഒരു ഹെയർ കെയർ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ടതാണ്. അപ്പോൾ പിന്നെ ഇന്ന് സ്കൂൾ ലീവാണ്. 2 ദിവസം സ്കൂൾ ലീവ് ഉണ്ടെങ്കിൽ അതിലൊരു ദിവസം ഡാൻസ് ക്ലാസ് പറഞ്ഞിട്ട് പോകും. പിന്നെ ഉള്ളത് ഒരു ദിവസം മാത്രമാണ്. എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ 2 ഭാഗം മുടി പിന്നിടുന്നതുകൊണ്ട് തന്നെ നനഞ്ഞ മുടി കെട്ടിവെക്കുന്നതുകൊണ്ട് ഒരുപാട് താരം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് അമലേൻ്റെ ഹെയർ ഓയിലാണ്. അങ്ങനെ എണ്ണ തേച്ച് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും തന്നെ നല്ലൊരു റിലാക്സേഷനും അതുപോലെ നല്ല ഉറക്കം വരുന്നതാണ് നമ്മുടെ പൊന്നൂസ് പറയുന്നത്. ഹെയർ ഓയിൽ വെച്ച് നന്നായി അപ്ലൈ ചെയ്തതിന് ശേഷം നല്ലൊരു ഹെഡ് മസാജും കൊടുത്തതിന് ശേഷം നമ്മൾ അടുത്തതാണ് താരനുള്ള ഏറ്റവും വലിയൊരു സൊല്യൂഷൻ ഉണ്ട്. നമ്മൾ ഉലുവയും തൈരും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കി നന്നായി ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ താരന് നല്ലൊരു മാറ്റം ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഉലുവ പൊടിച്ചതും അതുപോലെ തൈരും കൂടി ഒരു നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം മുടിയുടെ ഓരോ സ്കാൽപ്പിലും തേച്ച് പിടിപ്പിച്ചാൽ തന്നെ പകുതി ഇത്രയും ചെയ്താൽ തന്നെ നമ്മുടെ താരനുള്ള ഏറ്റവും വലിയ സൊല്യൂഷനായി. ആഴ്ചയിൽ 2-3 പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു റിലീഫായിട്ടാണ്. തലയിൽ നല്ല താരനും അതുപോലെ മുടി കൊഴിച്ചിലുള്ള ഏറ്റവും വലിയ സൊല്യൂഷൻ ഇത്രത്തോളം ചെയ്താൽ തന്നെ ആയിട്ടാണ്. ഏക്കൊക്കെ ഇട്ട് നല്ലൊരു ഹെഡ് മസാജും കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം മുടി അങ്ങനെ കെട്ടിവെക്കാം. അതിൻ്റെ ഇടയിൽ നമുക്കൊന്ന് താളി ഉണ്ടാക്കാം. താളിക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മുടെ ഹെർബലായിട്ട് നാച്ചുറലായി കിട്ടുന്ന നമ്മുടെ ചെമ്പരത്തിപ്പൂവും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുമ്പോൾ ഒരു ഷാമ്പൂൻ്റെ പരുവത്തിൽ കിട്ടുവേ. അപ്പോൾ അതും കൂടി നന്നായി ഹെയറിൽ മസാജ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മസാജൊക്കെ കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റോളം മുടി അങ്ങനെ കെട്ടിവെക്കുക. അതിനുശേഷം നമുക്ക് തല വാഷ് ചെയ്യാനുള്ള നമ്മുടെ ചെമ്പരത്തി ഇല ഒരു താളി ഉണ്ടാക്കാം. ആ താളിക്ക് ആവശ്യം ചെമ്പരത്തി ഇല മാത്രം വെച്ച് അതൊന്ന് നന്നായി വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളവും മിക്സ് ചെയ്ത് നമുക്ക് താളി ഉണ്ടാക്കാം. അപ്പോൾ അമ്മ ഇവിടെ ഷാമ്പൂ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അതിനിടയിൽ നമുക്ക് പോയിട്ട് ഹെയർ വാഷ് ചെയ്ത് വരാം. ഇപ്പം എൻ്റെ ഹെയർ ഒക്കെ ഞാൻ വാഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.